നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കാറ്റഗറി 1 EVS-ന്റെയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 1 ഗ്രാം കൊഴുപ്പിൽ നിന്നും ലഭ്യമാകുന്ന ഊർജത്തിന്റെ അളവ്. ഓപ്ഷൻസ്: എ 4.6 കിലോ കലോറി, ബി 4.2 കിലോ കലോറി, സി 9 കിലോ കലോറി, ഡി 3.4 കിലോ കലോറി. ഉത്തരം സി 9 കിലോ കലോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പരിസര പഠനത്തിന്റെ വൈകാരിക അന്തരീക്ഷത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ്: എ സ്വതന്ത്രവും നിർഭയവുമായ അന്തരീക്ഷം, ബി ഓരോ പഠിതാവിനെയും പരിഗണിക്കൽ, സി പഠനോപകരണങ്ങളുടെ യഥേഷ്ടമുള്ള ഉപയോഗം, ഡി റഫറൻസ് സാമഗ്രികളുടെ ലഭ്യത. ഉത്തരം ഡി റഫറൻസ് സാമഗ്രികളുടെ ലഭ്യത. അടുത്ത ക്വസ്റ്റ്യൻ, പരിസര പഠനത്തിൽ ദത്തങ്ങൾ ശേഖരിക്കുന്നതിലും രേഖപ്പെടുത്തുന്നതിലും ഒരു കുട്ടി മികവ് പ്രദർശിപ്പിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മേഖലയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് വിലയിരുത്തുന്നത്? ഓപ്ഷൻസ്: എ വിജ്ഞാന മേഖല, ബി മനോഭാവ മേഖല, സി പ്രക്രിയാശേഷി മേഖല, ഡി പ്രയോഗ മേഖല. ഉത്തരം സി പ്രക്രിയാശേഷി മേഖല. അടുത്ത ക്വസ്റ്റ്യൻ, 1972 മനുഷ്യനും പരിസ്ഥിതിയും കോൺഫറൻസ് നടന്നത്. ഓപ്ഷൻസ്: എ സ്റ്റോക്ക്ഹോം, ബി പാരീസ്, സി ജനീവ, ഡി ഓസ്ട്രേലിയ. ഉത്തരം എ സ്റ്റോക്ക്ഹോം. അടുത്ത ക്വസ്റ്റ്യൻസ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ടീച്ചിങ് മാനുവലിലെ പ്രതിഫലനാത്മക കുറിപ്പുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻസ്: എ പ്രതിവാര SRG സബ്ജക്ട് കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കുന്നു, ബി തുടർ ആസൂത്രണത്തിന് ദിശാബോധം നൽകുന്നു, സി ആശയങ്ങൾ, ധാരണകൾ എന്നിവ സ്വാംശീകരിക്കുന്നതിന് ഉപയോഗിക്കുന്നു, ഡി ടേമിലെ CE ക്രോഡീകരണത്തിന് ഉപയോഗിക്കുന്നു. ഉത്തരം സി ആശയങ്ങൾ, ധാരണകൾ എന്നിവ സ്വാംശീകരിക്കുന്നതിന് ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പോയിന്റ് കാലിമർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻസ്: എ കർണാടകം, ബി തമിഴ്നാട്, സി മധ്യപ്രദേശ്, ഡി ഉത്തരാഖണ്ഡ്. ഉത്തരം ബി തമിഴ്നാട്. അടുത്ത ക്വസ്റ്റ്യൻ, EIA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ്: എ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, ബി എൻവയോൺമെന്റൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, സി എൻവയോൺമെന്റൽ ഇന്റേണൽ ആക്ടിവിറ്റീസ്, ഡി എൻവയോൺമെന്റൽ ഇമ്പാക്ട് ആക്ടിവിറ്റീസ്. ഉത്തരം എ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം ഏത്? ഓപ്ഷൻസ്: എ വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, ബി വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, സി വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, ഡി വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ കെ. ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഭ്രമണദിശ. ഓപ്ഷൻസ്: എ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്, ബി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്, സി വടക്ക് നിന്ന് തെക്കോട്ട്, ഡി തെക്ക് നിന്ന് വടക്കോട്ട്. ഉത്തരം എ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. അടുത്ത ചോദ്യം, ലോക നീർത്തട ദിനമായി ആചരിക്കുന്ന ദിവസം. ഓപ്ഷൻസ്: എ ഏപ്രിൽ 22, ബി ജൂൺ 5, സി ഫെബ്രുവരി 2, ഡി ഡിസംബർ 10. ഉത്തരം സി ഫെബ്രുവരി 2. അടുത്ത ചോദ്യം, ആനകളെ സംരക്ഷിക്കുന്നതിനായി നടപ്പിലാക്കിയ പ്രത്യേക പദ്ധതിയായ പ്രോജക്ട് എലിഫന്റ് നടപ്പിൽ വന്ന വർഷം. ഓപ്ഷൻസ്: എ 1992, ബി 1993, സി 1994, ഡി 1995. ഉത്തരം എ 1992. അടുത്ത ക്വസ്റ്റ്യൻ, 3-ാം ക്ലാസ്സിലെ പരിസര പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടി എന്തൊക്കെ പഠിച്ചു എന്നറിയാനായി ടീച്ചർ ഒരു പ്രവർത്തനം നൽകി. ഇത് വിലയിരുത്തലിന്റെ ഏതു തലമാണ്? ഓപ്ഷൻസ്: എ പഠനത്തിനായുള്ള വിലയിരുത്തൽ, ബി പഠനത്തെ വിലയിരുത്തൽ, സി വിലയിരുത്തൽ തന്നെ പഠനം, ഡി പഠനം തന്നെ വിലയിരുത്തൽ. ഉത്തരം ബി പഠനത്തെ വിലയിരുത്തൽ. അടുത്ത ചോദ്യം, കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരമാണ് അൽനിക്കോ. ഇത് ഏതൊക്കെ മൂലകങ്ങൾ ചേർന്നതാണ്? ഓപ്ഷൻസ്: എ ഇരുമ്പ്, നിക്കൽ, സിങ്ക്, കൊബാൾട്ട്, ബി ഇരുമ്പ്, നിക്കൽ, അലുമിനിയം, കൊബാൾട്ട്, സി ഇരുമ്പ്, നിക്കൽ, ടിൻ, കൊബാൾട്ട്, ഡി
ഇരുമ്പ്, സിങ്ക്, അലുമിനിയം, കൊബാൾട്ട്. ഉത്തരം ബി ഇരുമ്പ്, നിക്കൽ, അലുമിനിയം, കൊബാൾട്ട്. അടുത്ത ചോദ്യം, ഉത്കൃഷ്ട വാതകങ്ങളിൽ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വാതകം. ഓപ്ഷൻസ് എ ക്രിപ്റ്റോൺ, ബി ആർഗൺ, സി ഹീലിയം, ഡി റാഡോൺ. ഉത്തരം ഡി റാഡോൺ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അവകാശാധിഷ്ഠിത വിദ്യാഭ്യാസവുമായി ബന്ധമില്ലാത്ത മേഖല. എ മെന്ററിംഗ്, ബി പങ്കാളിത്തം, സി ലഭ്യത, ഡി സംരക്ഷണം. ഉത്തരം എ മെന്ററിംഗ്. അടുത്ത ചോദ്യം, പരിസര പഠനത്തിൽ അന്വേഷണാത്മക പഠനത്തിന്റെ ഭാഗമായി കുട്ടികൾ ഗ്രൂപ്പുകളായി പരീക്ഷണ കുറിപ്പുകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. ഇത് അന്വേഷണാത്മക പഠനത്തിന്റെ ഏത് ഘട്ടത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻസ് എ എൻഗേജ്, ബി എക്സ്പ്ലെയിൻ, സി എക്സ്പ്ലോർ, ഡി എക്സ്റ്റെൻഡ്. ഉത്തരം ബി എക്സ്പ്ലെയിൻ. അടുത്ത ചോദ്യം, പരിസ്ഥിതി സൗഹൃദമായ 3Rsകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓപ്ഷൻസ് എ റെഡ്യൂസ്, റീയൂസ്, റീകാൾ, ബി റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, സി റെഡ്യൂസ്, റെസ്ട്രിക്ട്, റീകാൾ, ഡി റെഡ്യൂസ്, റീബിൽഡ്, റീകാൾ. ഉത്തരം ബി റെഡ്യൂസ്, റീയൂസ്, റീകാൾ. താഴെ കൊടുത്തിരിക്കുന്നതിൽ വൈജ്ഞാനിക മേഖലയിലെ വികാസം സംബന്ധിച്ച വിലയിരുത്തലുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ പഠന പ്രക്രിയ വിലയിരുത്തൽ, സർഗാത്മക ശേഷി വിലയിരുത്തൽ, സി പോർട്ട്ഫോളിയോ വിലയിരുത്തൽ, ഡി ടേം വിലയിരുത്തൽ. ഉത്തരം ബി സർഗാത്മക ശേഷി വിലയിരുത്തൽ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായ പഠന പ്രക്രിയയുടെ വിലയിരുത്തലായി ബന്ധമില്ലാത്ത സൂചകം ഏത്? ഓപ്ഷൻസ് എ പ്രവർത്തനത്തിലെ പങ്കാളിത്തം, ബി സാമൂഹ്യ നിലവാരം, സി രേഖപ്പെടുത്തൽ അല്ലെങ്കിൽ തയ്യാറാക്കൽ, ഡി പ്രകടനം അല്ലെങ്കിൽ അവതരണം. ഉത്തരം ബി സാമൂഹ്യ നിലവാരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫലങ്ങളുടെ ശരിയായ ഗ്രൂപ്പ് ഏത്? ഓപ്ഷൻസ് എ മാങ്ങ, മുന്തിരി, തക്കാളി, കൈതച്ചക്ക, ബി മാങ്ങ, മുന്തിരി, തക്കാളി, മൾബറി, സി മാങ്ങ, മുന്തിരി, വഴുതന, മൾബറി, ഡി മാങ്ങ, മുന്തിരി, തക്കാളി, വഴുതന. ഉത്തരം ഡി മാങ്ങ, മുന്തിരി, തക്കാളി, വഴുതന. അടുത്ത ചോദ്യം, വയലൻസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആര്? ഓപ്ഷൻസ് എ ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ, ബി ചാൾസ് എൽട്ടൺ, സി വില്യം ഗൗഡ്, ഡി വന്ദന ശിവ. ഉത്തരം ഡി വന്ദന ശിവ. അടുത്ത ചോദ്യം, ഷാർപ്നർ ഉപയോഗിച്ച് പെൻസിൽ കൂർപ്പിക്കുന്നത് ഏതുതരം ചലനമാണ്? ഓപ്ഷൻസ് എ കമ്പന ചലനം, ബി ഭ്രമണ ചലനം, സി ദോലന ചലനം, ഡി വർത്തുള ചലനം. ഉത്തരം ബി ഭ്രമണ ചലനം. അടുത്ത ചോദ്യം, 4ാം ക്ലാസ്സിലെ പരിസര പഠനവുമായി ബന്ധപ്പെട്ട് അധ്യാപിക തയ്യാറാക്കിയ ഫോർമാറ്റിന്റെ ഭാഗമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് ആസൂത്രണത്തിന്റെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് എ യൂണിറ്റ് ആസൂത്രണം, ബി വാർഷിക ആസൂത്രണം, സി ദൈനംദിനാസൂത്രണം, ഡി വിലയിരുത്തൽ. ഉത്തരം എ യൂണിറ്റ് ആസൂത്രണം. അടുത്ത ചോദ്യം, ഒരു ഭക്ഷ്യ ശൃംഖലയിൽ മനുഷ്യൻ. ഓപ്ഷൻസ് എ ഉൽപാദകൻ, ബി പ്രാഥമിക ഉപഭോക്താവ്, സി ദ്വിതീയ ഉപഭോക്താവ്, ഡി പ്രാഥമിക ഉപഭോക്താവും ദ്വിതീയ ഉപഭോക്താവും. ഉത്തരം ഡി പ്രാഥമിക ഉപഭോക്താവും ദ്വിതീയ ഉപഭോക്താവും. അടുത്ത ചോദ്യം, എക്സ് ബയോളജി എന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഓപ്ഷൻസ് എ ജീവികളുടെ ബാഹ്യ സ്വഭാവത്തെ കുറിച്ച്, ബി അന്തരീക്ഷത്തിലെ പുറംപാളിയിലെ ജീവികളെ കുറിച്ച്, സി ഭൗമ ഉപരിതലത്തിലെ ജീവികളെ കുറിച്ച്, ഡി ബഹിരാകാശത്തിലെയും മറ്റ് ഗ്രഹങ്ങളിലെയും ജീവികളെ കുറിച്ച്. ഉത്തരം ഡി ബഹിരാകാശത്തിലെയും മറ്റ് ഗ്രഹങ്ങളിലെയും ജീവികളെയും കുറിച്ച്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ നിയമം അനുശാസിക്കുന്ന പകൽ സമയങ്ങളിലെ ശബ്ദപരിധി എത്രയാണ്? ഓപ്ഷൻസ് എ 30 dB, ബി 50 dB, സി 55 dB, ഡി 45 dB. ഉത്തരം ഡി 45 dB. അടുത്ത ചോദ്യം, നൈട്രജനെ സ്ഥിരീകരിക്കാൻ കഴിവുള്ള നീലഹരിത ആൽഗകളാണ്. ഓപ്ഷൻസ് എ റൈസോബിയം, ബി ക്ലോസ്ട്രീഡിയം, സി നോസ്റ്റോക്ക്, നൈട്രോസോമോണാസ്. ഉത്തരം സി നോസ്റ്റോക്ക്. അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണ ഫലമായി പുറത്തുവിടുന്ന ഓക്സിജൻ ലഭ്യമാകുന്നത്. ഓപ്ഷൻസ് എ അന്തരീക്ഷത്തിൽ നിന്നും, ബി ജലത്തിൽ നിന്നും, സി കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും, ഡി ഹരിതകത്തിൽ നിന്നും. ഉത്തരം ബി ജലത്തിൽ നിന്നും. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടികൾ നേടിയിരിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണ്യങ്ങളിൽ പെടാത്തത് ഏത്? എ വിമർശനാത്മക ചിന്ത,
ബി തീരുമാനമെടുക്കൽ, സി പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം, ഡി ആശയവിനിമയ ശേഷി. ഉത്തരം സി പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം. അടുത്ത ചോദ്യം, കോളറ പരത്തുന്ന ജീവികളാണ്. ഓപ്ഷൻസ് എ ബാക്ടീരിയ, ബി ഫംഗസ്, സി പ്ലാസ്മോഡിയം, ഡി വൈറസ്. ഉത്തരം എ ബാക്ടീരിയ.